നമസ്കാരം. എല്ലാവർക്കും റാംസ് ഡാൻസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇത്രയും ദിവസം നമ്മളിവിടെ തട്ടടവ്, നാട്ടടവ് എന്നീ അടവുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. തട്ടടവ് 8 എണ്ണം നമ്മൾ ചെയ്തു, അതുപോലെ തന്നെ നാട്ടടവ് 8 എണ്ണം നമ്മൾ ചെയ്തു. ഇനി അടുത്ത സെക്ഷൻ അടവിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തത് പറവലടവ്, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ പറവലടവ് എന്നറിയപ്പെടുന്നത് മർദ്ദിത അടവ് എന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടവാണ് ഈ പറവലടവ്. മറ്റുള്ളതിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും എണ്ണങ്ങളുണ്ട്. പ്രധാനമായും ഈ അടവുകൾ മെയിനായി ഉപയോഗിക്കുന്നത് നമുക്ക് ചെറുതായി മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനാണ് നമ്മൾ ഈ അടവുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ അടവുകൾ മറ്റുള്ള നൃത്തരൂപങ്ങളിലും ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാന അടവാണ്. പ്രധാനമായും തിരുവാതിര കളി എന്ന് പറയുന്ന നൃത്തരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന അടവാണ് ഈ പറവലടവ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന്റെ രീതികൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഈ പറവലടവിന്റെ കാലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നേരത്തെ സ്റ്റെപ്പുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സമമണ്ഡലത്തിൽ നിന്ന് കാലുകൾ നല്ല രീതിയിൽ ചരിച്ച് അരമണ്ഡലത്തിലേക്ക് ഇരിക്കുക. ഇരുന്ന ശേഷം 1, 2, ഈ 1ഉം 2ഉം ചരിച്ച് തന്നെ ചവിട്ടണം. ഒരു കാരണവശാലും കാല് നേരെ വരാൻ പാടില്ല. 1, 2, 3, 4. അതുപോലെ തന്നെ ഇടതുവശത്തേക്ക് 1, 2, 3, 4. പുറകുവശം വിരല് കുത്തുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒന്നും കൂടെ. താ, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം. അപ്പോൾ ഇതിന്റെ കാല് നമ്മൾ ബാക്കിൽ കുത്തുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. താ, തെയ്, തെയ്. കണ്ടോ, വിരല് ഇങ്ങനെ കുത്താവുള്ളൂ. ഒന്നും കൂടെ. താ, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം. അപ്പൊ നമുക്ക് ഇന്ന് ഒന്നാമത്തെ പറവലടവ് നോക്കാം. ഈ പറവലടവിന് പ്രധാനമായും പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് താ, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം. അതായത് താ, തെയ്, തെയ്, താം. 4 ലെറ്റേഴ്സ് ആണ് വരുന്നത്. മറ്റുള്ളവർ നമ്മൾ 8 വരെ കൗണ്ട് ചെയ്തു. ഇതിൽ നമ്മൾ 4 വരെയാണ് കൗണ്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അരമണ്ഡലത്തിലിരിക്കുക. 2 കൈകളിലും ഘടകാമുഖം. ഈ ഘടകാമുഖ മുദ്രയിൽ നിന്ന് കൈകൾ അളപത്മത്തിലേക്കാണ് മാറുന്നത്. റെഡി? 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇങ്ങനെയാണ് ഈ പറവലടവ് ചെയ്യേണ്ടത്. പറവലടവ് ചെയ്യുമ്പോൾ പ്രധാനമായും നല്ല രീതിയിൽ അരമണ്ഡലം ഇരിക്കണം. കാലുകൾ ചരിച്ചു വെക്കുകയും വേണം. കാലിന്റെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആദ്യത്തേതിൽ പറഞ്ഞതുപോലെ ക്ലീനായി നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ രണ്ടാം കാലം എങ്ങനെ ചെയ്യുന്നു നോക്കാം. ചെയ്യുമ്പോൾ കൈകളിലേക്ക് തന്നെ നോക്കുക. അതിന്റെ എൻഡിങ്ങിൽ മാത്രം നമ്മൾ നേരെ നോക്കുക. ഫുൾ ടൈം കൈകളിലാണ്. കൈ എവിടെ പോകുന്നു അതനുസരിച്ച് നോട്ടവും പോകണം. രണ്ടാം കാലം നോക്കാം. വെള്ളം കുത്തക്കത്തി കുത്തക്കത്തി കിട്ടത്തും ത, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം, ത, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം, ത, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം, ത, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം. ഇതിന്റെ മൂന്നാം കാലം എങ്ങനെയാണ് നോക്കാം. വെള്ളം കുത്തക്കത്തി കുത്തക്കത്തി കിട്ടത്തും ത, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം, ത, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം, ത, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം, ത, തെയ്, തെയ്, താം, ധ, തെയ്, തെയ്, താം.